ഒത്തുതീർപ്പ് വരുത്തിയ ഒരു സഭയാണ് ദ്വൈതീര സഭ. The church that tolerates with sin. പാപവുമായി ഒത്തുതീർപ്പ് വരുത്തിയ അല്ലെങ്കിൽ സമരസപ്പെട്ട ഒരു സഭയാണ് ഈ ദ്വൈതീര സഭ. നമ്മൾ 7 സഭകൾക്കുള്ള ദൂതാണ് ഈ 2-3 അധ്യായങ്ങളിൽ കാണുന്നത്. ഏഴ് സഭകൾക്കുള്ള ദൂതാണ് ഈ 2 അധ്യായങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയോ ക്രമീകരണങ്ങൾ ഇനിയുണ്ടോ? ഓക്കെ, കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഈ സഭയ്ക്കുള്ള ദൂതിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും സുദീർഘമായ ദൂതാണ്. ഈ 7 സഭകൾക്ക് ദൂത് നൽകുന്നതിൽ എല്ലാവരുടെയും ശ്രദ്ധ അവിടെ. അപ്പൊ ഞാൻ പിന്നെ കുറച്ചങ്ങ് നിൽക്കുകയായിരിക്കും നല്ലത്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ സഭയിലുള്ള ഒരാളാണ് പറഞ്ഞത്, വെളിപാട് പുസ്തകം അവരുടെ പുസ്തകം ആ സഭയിലും പഠിക്കാൻ തുടങ്ങി, പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പലയിടത്തുമുള്ളൊരു പ്രശ്നമാണിത്. ഈ പുസ്തകം പഠിക്കാൻ തുടങ്ങും, പക്ഷേ പൂർത്തീകരിക്കാൻ പിശാച് അനുവദിക്കുകയില്ല. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ബൈബിൾ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഈ വെളിപാട് പുസ്തകം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ വേണം ക്ലാസ്സിന് പോരുമ്പോൾ ബൈബിളുമൊക്കെ എടുത്ത് നോട്ട്ബുക്കും പേനായും ഒക്കെ എടുത്തിങ്ങ് പോരുമല്ല, വളരെ പ്രാർത്ഥിച്ചു വേണം എല്ലാവരും വരാൻ. ദ്വൈതീര സഭയ്ക്ക് കർത്താവ് നൽകുന്ന ഈ ദൂത് ഏറ്റവും സുദീർഘമായ ഒരു ദൂതാണ്. ഈ സുദീർഘമായ ദൂത് ആണെങ്കിലും വളരെ സമയം വിനിയോഗിച്ച് പഠിക്കാൻ നമ്മൾക്ക് സാധിക്കാതെയാണ് ഇരിക്കുന്നത്. ദൈവസഭ വിശുദ്ധമായിരിക്കും. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സഭ സമ്പൂർണമായി വിശുദ്ധമായിരിക്കും. സഭയെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്ന പല ഉപമകളെന്ന് പറയാൻ പറ്റുകയില്ല, പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും. അതില് ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ കണ്ടത് എന്താ? 7 നിലവിളക്കുകളാണ് ദൈവത്തിൻ്റെ സഭ. ആ നിലവിളക്കുകളുടെ വെളിച്ചത്തിൽ മാലിന്യം ഒരിക്കലും ഉണ്ടാകില്ല. വെളിച്ചമുണ്ടോ അവിടെ എന്തുണ്ടാവില്ല? വെളിച്ചത്തിൽ മാലിന്യം ഉണ്ടാവില്ല. അപ്പോ സഭ പ്രകാശിക്കുമ്പോൾ മാത്രമാണ് അത് വിശുദ്ധമായിരിക്കും. മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. 8-9 പ്രതീകാത്മകമായ കാര്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അതിൽ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. സഭ കർത്താവിൻ്റെ ശരീരമാണ്. അതിന് വാക്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലേ. ഫേസ്ബുക്ക് ലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലുമൊക്കെ സഭയെ പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശരീരമായി. ഞാൻ കർത്താവിൻ്റെ ശരീരത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് പറഞ്ഞു. യേശുക്രിസ്തു എന്ത് ചെയ്തിട്ടില്ല? ആ ശരീരം കൊണ്ട് എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പാപം ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ശരീരമായ സഭ എന്ത് ചെയ്യണം? പാപമുക്തമായിരിക്കും.
പാപവുമായിട്ട് യാതൊരു കോംപ്രമൈസും ദൈവസഭയ്ക്ക് സാധിക്കില്ല. അപ്പോ ദ്വൈതീര സഭയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം പാപവുമായിട്ട് അവര് കൈകോർത്തു എന്നുള്ളതാണ്. നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം, വിവാഹത്തിനൊക്കെ പ്രത്യേകിച്ചും വിവാഹ നിശ്ചയത്തിന് വായിക്കുന്ന ഒരു ഭാഗമാണ് 11-ാം അധ്യായം. അവിടെ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് ആരായിട്ട് നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. കർത്താവിൻ്റെ സഭ നിർമ്മല കന്യകയാണ്. കന്യക എന്നുള്ള വാക്കിൻ്റെ ശരിക്കുമുള്ള അർത്ഥം അറിയാമോ? കന്യക ഗർഭിണിയായെന്നൊക്കെയുള്ള വചനം നമുക്കറിയാം. കന്യക എന്നുള്ള വാക്കിൻ്റെ ശരിക്കുമുള്ള അർത്ഥം പുരുഷൻ തൊടാത്ത സ്ത്രീ എന്നാണ്. പാപത്താൽ മലിനീകൃതമാകാത്ത സഭയാണ് ദൈവത്തിന് ആവശ്യം. അടുത്ത പൗലോസ് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ, സർപ്പം ഹൗവയെ വായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള, എല്ലാവരും അറിയാവുന്ന ഒരു ഇതൊക്കെ അറിയാവുന്ന ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ഒരു നിർമ്മല കന്യകയിൽ നിന്ന് അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ ആഗ്രഹിക്കുന്ന കാര്യം ആണിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ആ പുരുഷനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് എന്ത് ചെയ്യരുത്? മനസ്സുകൊണ്ടുപോലും, നിങ്ങളുടെ മനസ്സെന്നാ പറഞ്ഞേ, മനസ്സുകൊണ്ടുപോലും പാപം ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ദൈവസഭയെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യം ഇതാണ്: സഭ ദൈവത്തിന് വിശുദ്ധമായിരിക്കും. ഇന്ന് ഞാനൊരു ഗ്രഹപാഠം തരാം. ഞാൻ വെറുതെ പറയുകയാണോ എനിക്കറിയത്തില്ല, നിങ്ങളൊക്കെ ചെയ്യുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഗ്രഹപാഠം എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് അല്ലേ? പഴയ വാക്കാണ്. അതെ, ഗ്രഹപാഠം. ഹോംവർക്ക് തരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം. 6-ാം അധ്യായം ഹോംവർക്ക്. ഇപ്പൊ ആരും പുസ്തകം തുറക്കരുത്, ആ അധ്യായം എടുക്കണ്ട. ഹോംവർക്ക് വീട്ടിൽ ചെന്നൊന്ന് വായി. അവിടെ എത്ര തീവ്രമായിട്ടും തീക്ഷ്ണമായിട്ടും എത്ര ഗൗരവമായിട്ടുമാണ് പൗലോസ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അവിടെ താനൊരു ചോദ്യം ചോദിക്കുന്നു: ഞാൻ ക്രിസ്തുവിൻ്റെ അവയവം എടുത്ത്, എനിക്ക് പദം പറയുന്ന അത്ര ഇഷ്ടമല്ല, മറ്റേ വാക്ക്, അടുത്ത വാക്ക്, അഭിസാരികയ്ക്ക് കൊടുക്കാമോ, വേശ്യയ്ക്ക് കൊടുക്കാമോ? അപ്പോൾ ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ, തൻ്റെ ശരീരം കൊണ്ട് പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മളെല്ലാവരും പറയും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. എന്നാൽ ഞാൻ വളരെ എളിമയോട് ചോദിക്കുകയാണ്, വിശുദ്ധിക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകും? ഈ ധീര സഭയോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒടുവിൽ. ആത്മാവ് സഭകളോട്, അപ്പോൾ പരിശുദ്ധാത്മാവാണ് പറയുന്നത്. പിന്നെ കർത്താവാണ് അരുളി ചെയ്തത്. ഇവരുടെ രണ്ടുപേരുടെ നടുക്ക് നിൽക്കുന്ന ആളാണ് ആര്? സഭയ്ക്ക് ദൂത് കൊടുക്കുന്നയാൾ.
അപ്പൊ ഇവര് രണ്ടു കൂട്ടരും ഇദ്ദേഹത്തെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, ഒരു ദൈവദാസൻ. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ കർത്താവും പരിശുദ്ധാത്മാവുമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ വായിലൂടെ വരുന്ന വാക്കുകളെ PS തമ്പാൻ പറയുന്ന വാക്കുകളായിട്ട് എന്നെ ഇവിടെ മിക്കവാറും എല്ലാം തമ്പാച്ചായനെ വിളിക്കുന്നത്. തമ്പാച്ചായൻ പറയുന്ന വാക്കുകളായിട്ടല്ല കാണുന്നത്. ഇത് കർത്താവിൻ്റെ അള്ളപ്പാടാണ്, ദൈവാത്മാവ് പറയുന്നതാണ്. അപ്പോ കർത്താവ് ഈ സഭയോട് ബന്ധപ്പെട്ട് പറയുന്ന ഗൗരവമായ കാര്യങ്ങൾ നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പഠിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യുവാൻ ആവശ്യമുണ്ട്. ഞാൻ പൗലോസിനോട് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞല്ലോ, രണ്ട് പ്രധാന കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ രണ്ട് സംഭവങ്ങൾ സഭയുടെ വിശുദ്ധിയോട് ബന്ധപ്പെട്ടാണ്, വിശുദ്ധി നിലനിർത്തണം എന്നുള്ളത്. ഒന്ന് 5-ാം അധ്യായത്തിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു സൂചന തന്നാൽ എന്താ, അനന്യാസിൻ്റെയും സഫീറയുടെയും പെട്ടെന്നാണ് ശിക്ഷ നടക്കുന്നത്, അല്ലേ? ഉടനടി അവർ രണ്ടുപേരും മരിക്കുകയാണ്. ഇനിയും 15-ാം അധ്യായത്തിലാണ്, 15-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15-ാം അധ്യായം എന്താണെന്നറിയാമോ? യെരൂശലേമിലെ സുനഹദോസ്. അവിടെ ആ സുനഹദോസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ കൂടി അപ്പോസ്തലന്മാരും യാക്കോബിന്റെ അധ്യക്ഷതയിൽ ആ മീറ്റിംഗ് കൂടുന്നു. യെരൂശലേമിലെ സഭയുടെ മൂപ്പനായിരുന്ന യാക്കോബിന്റെ അധ്യക്ഷതയിലാണ് അത് നടക്കുന്നത്. ഒടുവിൽ ആ സഭ പാലിക്കേണ്ട കാര്യങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും ഒടുവിൽ യെരൂശലേം സഭയുടെ സുനഹദോസിന്റെ ആ തീരുമാനമായിട്ട് പറയുന്നത്, നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ വർജിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ദുർനടപ്പ്. ഇനിയും പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ ആ സഭയിൽ നിലനിന്ന ഒരു പാപത്തെക്കുറിച്ച് പറയുന്നു. എന്താ? ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ഒരു ദുർനടപ്പുകാരൻ അവിടെ ഉണ്ടായി. അവിടെ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ അവനെ പുറത്തുകൊള്ളുകയാണ്, സഹിച്ചുകൊള്ളുക. സഭയെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, സഭയെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. പുള്ളി അവിടുത്തെ പ്രധാനപ്പെട്ട ആളായിരിക്കും ചിലപ്പോൾ. സഭയെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നമ്മളെന്തിനാ പൊല്ലാപ്പ് പിടിക്കാൻ പോകുന്നത്? സഭയിൽ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടാണ്. സഭ ഐക്യത്തിൽ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഈ പാപം സഭയുടെ ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ടോളറേറ്റ് ചെയ്യേണ്ട പാപമല്ല. അവിടെ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളെ. രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ളതിന് അവിടെ തെളിവുണ്ട്. കാരണം കർത്താവായ യേശുവിന്റെ നാളിൽ അവന്റെ ആത്മാവ് എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പോൾ ആളാരാ? ആള് രക്ഷിക്കപ്പെട്ടവനാ. പക്ഷെ അവനെ പൗലോസ് വിളിക്കുന്നത് എന്താണെന്നറിയാം? ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് പറയട്ടെ പ്രിയപ്പെട്ടു, സഭയുടെ വിശുദ്ധി ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർ ഈ കാര്യങ്ങളിലൊക്കെ വളരെ സ്റ്റേണായിട്ടുള്ള, എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം പുറത്താ പിന്നെ നമുക്ക് പൊറുക്കുന്ന എന്താ കുഴപ്പം? ചേട്ടാ, പിന്നെ ദൈവം പുറത്തു എന്നുള്ളത് നമുക്കും ബോധ്യപ്പെടണ്ടേ? ഇതിനൊരു അടയാളം ഉണ്ടാകണം, ഇല്ലേ? ഇപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ദുർനടപ്പുകാരന്റെ കാര്യം 2-ാം ലേഖനം പൗലോസ് എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ ദുഃഖിച്ചത് മതി. 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ ദുഃഖിച്ചത് മതി, നിങ്ങൾ ഇനി എന്ത് ചെയ്യുക?
അവനെ ചേർത്ത് കൊള്ളണം. അവനെന്ത് ചെയ്തു? അനുതപിച്ചു എന്ന് സഭയ്ക്ക് ബോധ്യമായി. ആ പാപം, ഒരു പാപം ചെയ്തിട്ട്, ഞാൻ പറയുന്ന അതേ അർത്ഥത്തിൽ മനസ്സിലാക്കണമേ, ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയായിട്ട് കൂടെ ഞാനിത് പറയാനാണ്. ഈ ഒരു പാപം ചെയ്തിട്ട് രണ്ടു വിധത്തിലാണ് ന്യായീകരണമല്ല, അത് ചെയ്തിട്ട്, ആ പാപം ചെയ്തിട്ടും യാതൊരു കുറ്റബോധവും ഇല്ലാതെ എന്ത് ചെയ്യുക, അത് മറച്ചു വെച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ അങ്ങ് പ്രഥമ സ്ഥാനത്ത് നിന്ന് പോവുകയാണ്. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഈ ആത്മീയത മറയാക്കിക്കൊണ്ട് തൻ്റെ പാപത്തെ എന്ത് ചെയ്യുക? മറയ്ക്കുക. രണ്ടാമത് വേറൊരു പ്രശ്നമുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഞാൻ നേരിട്ട് അഭിമുഖീകരിച്ചിട്ടുള്ള കാര്യം പറയും. ആരാ ഇത്ര പുണ്യവാണന്മാർ? അടുത്ത ചോദ്യം. അബ്രഹാം കള്ളം പറഞ്ഞില്ലേ? ഇസ്ഹാക്ക് കള്ളം പറഞ്ഞില്ലേ? ഇനി വലിയ പാപമാണെങ്കിൽ ആരെയാ കൂട്ടുപിടിക്കുന്നത്? ദാവീദിന്. ഒക്കെ ഈ കാലഘട്ടം എന്തോ ഒരു കഷ്ടം പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നതെന്നാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. ദൈവസഭ എന്നോട് വിട്ടുവീഴ്ച കാണിച്ചില്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ തുയഥൈര സഭയോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ നിലപാട് വ്യക്തമാണ്. കർത്താവ് ഈ പാപത്തിന് നേരെ കർത്താവ് സ്വീകരിച്ച നിലപാട് ഈ തുയഥൈര സഭയോട് ബന്ധപ്പെട്ട് നമ്മൾ കാണുക. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് തുടർന്നുള്ള നമ്മുടെ പഠനത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് പഠനക്കാരൻ തന്നെയാണ്, അല്ലാതെ പഠനം വിട്ടുള്ള ഒരു കാര്യമല്ല. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അവിടെ 2 പേരെ കുറിച്ച് പറയുന്നു. വാക്യം എനിക്കൊന്ന് വായിച്ചു തരികയാണെങ്കിൽ വളരെ സഹായിക്കും. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. 1:20 അവിടെ 2 വ്യക്തികളെ കുറിച്ച് പറയുന്നു. ഹുമനയോസും അലക്സാണ്ടറും. ഇതിന് ധൈര്യമുള്ള എത്ര സഭയുണ്ട് എന്ന്? ഹുമനിയോസിനെയും അലക്സാണ്ടറിനെയും എന്താ ചെയ്യുന്ന? ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ടൊന്നും കാണരുത്. സാത്താനെ ഏൽപ്പിക്കുക. ഈ സാത്താനെ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം പുള്ളി അങ്ങ് കളഞ്ഞു, അവന് പോട്ടെന്ന് വെച്ച് പുള്ളി അങ്ങ് ഏൽപ്പിക്കുക. അല്ല, പൗലോസിനെ ശരിപ്പെടുത്തിയതാരാ? വെളിപാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കുവാൻ കർത്താവ് എന്ത് ചെയ്തു? എന്നെ കുത്താൻ ആരെ ഏൽപ്പിച്ചേക്കുക? സാത്താന്റെ ദൂതനെ ഏൽപ്പിക്കുക എന്നെ കുത്താൻ. അപ്പൊ ഈ സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വലിയ ആ പുള്ളി അങ്ങ് എടുത്തെറിഞ്ഞു കളയുകയാണെന്നുള്ള ചിന്തയൊക്കെ തെറ്റാ. അല്ല, അവൻ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കണം. ആ പാഠം പഠിപ്പിക്കാൻ പറ്റിയ ആളാരാ? എന്താ വായിച്ച? ആ പാഠം പഠിപ്പിക്കാൻ പറ്റിയ ആളാരാ? സാത്താനെ ഏൽപ്പിക്കാനാണ്. ഇത് തന്നെയാണ് ദുർനടപ്പാചരിച്ച കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ. ഞാൻ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് ഈ സിയോൻ കുന്ന് ഹാളിൽ വെച്ച് നടന്ന BGF-ന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതില് സഭയും ശിക്ഷണം എന്നുള്ള ഒരു വിഷയം ഞാൻ ഇവിടെ ഒരു പേപ്പറായിട്ട് അവതരിപ്പിച്ചു, ഒരു പ്രബന്ധമായിട്ട് അവതരിപ്പിച്ചു. അന്ന് ബഹുമാന്യനായ
CS ഡാനിയൽ സാറൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഡാനിയൽ സാർ പറഞ്ഞിട്ടൊരു പുസ്തകമാക്കി. നമ്മുടെ ബഹുമാനപ്പെട്ട JC ദേവസ്വൻ അത് ഒരു പുസ്തകമാക്കി. പക്ഷേ ചിലരുടെയെങ്കിലും കൈ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോ എന്നോട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ഫോണിലൊക്കെ വിളിച്ച്. എൻ്റെ കയ്യിൽ അതിൻ്റെ ആകെ ഒരു കോപ്പിയോ. ഞാൻ പറഞ്ഞത് ദൈവസഭയിൽ ശിക്ഷയുണ്ട്. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാൻ, ടോളറേറ്റ് ചെയ്യാൻ കർത്താവ് അനുവദിക്കുന്നില്ല. അതാണ് നമ്മുടെ ഈ പഠനം, ഈ ത്രിയേക സഭയെ സംബന്ധിച്ചുള്ള പഠനം. ഞാൻ ആദ്യം ഈ പട്ടണത്തെക്കുറിച്ചും ഈ സഭയെക്കുറിച്ചും, ദ സിറ്റി ആൻഡ് ദ ചർച്ച്, ഇത് രണ്ടും കൂടെ ചേർത്തങ്ങ് പറയാം. രണ്ടായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. ത്രിയേക എന്ന് പറഞ്ഞ ഈ പട്ടണത്തെക്കുറിച്ചും ഈ സഭയെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ പഠനത്തിൽ അതെല്ലാം നോട്ട് ചെയ്തിട്ടു, ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ പ്രാധാന്യം നമ്മൾ നൽകി നമ്മൾ അറിയേണ്ട കാര്യങ്ങളുമാണ്. പെർഗമോസിൽ നിന്ന് 40 മൈൽ തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരമായിരുന്നു. പ്രധാനം എന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമുള്ള നഗരമായിരുന്നില്ല ത്രിയേക എന്ന് പറഞ്ഞ പട്ടണം. ഇനിയും മറ്റൊരു കാര്യം, ഞാൻ പല പുസ്തകങ്ങൾ റെഫർ ചെയ്തപ്പോഴും അവയിലെല്ലാം ഞാൻ കണ്ട കാര്യം, ഭൂമിശാസ്ത്രപരമായിട്ട് എനിക്ക് ഈ സ്ഥലം ഞാൻ സന്ദർശിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല, വായിച്ചുള്ള അറിവ്. നമ്മൾ പഠിച്ച എഫെസോസ്, സ്മുർണ, പെർഗമോസ്, ഈ 3 സഭകളെ കുറിച്ചാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ ആദ്യം കണ്ടത്. ഈ 3 സഭകളോട് താരതമ്യം ചെയ്താൽ ത്രിയേക എന്ന് പറയുന്ന ഈ പട്ടണം, സഭയോടല്ല ഈ സ്ഥലങ്ങളോട് താരതമ്യം ചെയ്താൽ ത്രിയേക എന്ന് പറഞ്ഞ പട്ടണം താരതമ്യേന ചെറുതായി, അതിൽ നിന്ന് ചെറുതായ ഒരു സ്ഥലമായിരുന്നു. ഇത് പേർഷ്യൻ നാശത്തിന് ശേഷം, നമുക്കറിയാമല്ലോ ലോക വിശ്വീക രാജ്യങ്ങളെ കുറിച്ചല്ലേ, എന്താന്ന് പറയുന്നത്, 4 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളാണ്. ഒന്ന് ബാബിലോൺ, രണ്ടാമത് പേർഷ്യ, മേദ്യ, പാർസ്യ എന്നാണ് നമ്മൾ വേദപുസ്തക ഭാഷ പറയുന്നത്, മേദ്യയും പേർഷ്യ. ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ നാശത്തിന് ശേഷം ഈ സ്ഥലം, ഈ ത്രിയേക ഉൾപ്പെടുന്ന സ്ഥലം മഹാനായ അലക്സാണ്ടർ കീഴടക്കി. അലക്സാണ്ടറിന്റെ പിൻഗാമിയായി വന്ന ഒരു സെല്യൂക്കസ് ആണ്. ഇതൊരു മാസിഡോണിയൻ കോളനിയാണ്. ഇതൊരു മാസിഡോണിയൻ കോളനി ആയിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഫിലിപ്പിയിൽ ആര് ചെല്ലുന്നത്? പൗലോസ് ചെല്ലുന്നത്. അതോട് ചേർന്നാണ്, ഫിലിപ്പിയ പട്ടണത്തോട് ചേർന്നുള്ള ഒരു സ്ഥലമായിരുന്നു ഏത്? ത്രിയേക. ഞാനത് പിന്നാലെ പറയാം. ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവം നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 16-ാം അധ്യായത്തിൽ കാണാം. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇത് റോമാക്കാര് അവര് കീഴടക്കി. അങ്ങനെ റോമൻ ആധിപത്യത്തിൽ പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ ത്രിയേക എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയമായ ഒരു സ്ഥലമാണ്. ഒരുപാട് സാമ്രാജ്യങ്ങളും ഒക്കെ ആക്രമിച്ച് കീഴടക്കിയിട്ടുള്ള ഒരു കൊച്ചു പട്ടണമല്ലേ, കൊച്ചൊരു സ്ഥലമാണ്. അതിനെ പലരും ആക്രമിച്ച് പലരുടെ അധീനതയിൽ ഈ സ്ഥലം വന്നിട്ടുണ്ട്. എന്നാൽ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ വന്നു കഴിഞ്ഞോണ്ട് അന്നത്തെ ഏറ്റവും വലിയ വിശ്വീക സാമ്രാജ്യമാണ്. അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായത് ആ കാലഘട്ടത്തിൽ. അന്നാണ് അവർ ശരിക്കുമുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചത്. ഇനി മറ്റൊരു കാര്യം, ഈ സ്ഥലത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണത്, ഒരു വിഷയമാണ്. ഇവിടെ ജാതികമായി, ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ എഫേസോസ് ആകട്ടെ, സ്മുർണയാകട്ടെ, പെർഗമോസ് ആകട്ടെ,
ഈ 3 സ്ഥലത്തും ജാതീയമായ വലിയ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. വലിയ ജാതീയ പ്രധാനമായ ഒരു മതപ്രധാനമായ ഒരു മേഖലയായിരുന്നു ഈ 3 സ്ഥലങ്ങൾ. എന്നാൽ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഏതാ? ത്വയ്തൈര. പേര് വിട്ടുപോയില്ലേ? ത്വയ്തൈരയെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ട് അറിയപ്പെട്ട ഒരു സ്ഥലമല്ല, സാംസ്കാരികമായി വാണിജ്യപരമായും അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ത്വയ്തൈര എന്ന് പറയുന്ന സ്ഥലം. ഇനിയും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന മതപരമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത് ഗ്രീക്കുകാരുടെ ഒരു ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഒരു ദേവനെയാണ് ഇവിടെ ഉള്ളവർ ആരാധിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അറിയാം. പിന്നെ സാമൂഹിക പാഠമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോളോ എന്ന് പറഞ്ഞ സൂര്യദേവനെയായിരുന്നു ത്വയ്തൈരയിലുള്ള ജനം ആരാധിച്ച് പോരുന്നത്. ഞാൻ ഈ പറഞ്ഞതിന് ഈ സഭയുമായിട്ടൊരു ബന്ധമുണ്ട്. ഉറക്കം വരുന്നോ? ആരും ഇപ്പൊ പ്രാർത്ഥിക്കുകയെന്ന് എനിക്കറിയാം. അത് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയല്ല, അല്ലേ? ഈ സ്ഥലത്തിന് ഈ സൂര്യദേവനുമായിട്ട് ഈ ക്ഷേത്രവുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഭാഗം വായിച്ചാൽ അറിയാം. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ സഭയിലെ വിശ്വാസികളെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കത് വായിക്കാം. എന്താ വിഗ്രഹാർപ്പിതം? ഏതാണെന്നറിയാമോ? ഈ സൂര്യദേവന് അർപ്പിച്ച ഭക്ഷണമാണ് വിശ്വാസികൾ ഭക്ഷിക്കുവാൻ വേണ്ടി അവർ നിർബന്ധിച്ചത്. മറ്റുള്ളവർ നിർബന്ധിച്ചെങ്കിൽ വേണ്ടിയല്ല, അതങ്ങ് സഹിക്കപ്പെടാല്ലേ? ഇംഗ്ലീഷും മലയാളം കൂടെ ചേർത്ത് പറഞ്ഞാൽ അതങ്ങ് സഹിക്കാവുന്നതാണ്. പക്ഷേ സഭയ്ക്കകത്ത് അതൊന്നും ഒരു പാപം അല്ല. ഞാനതാ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞത്. അതൊന്നും ഒരു പാപമല്ല. ഏത്? വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതൊന്നും ഒരു പാപമല്ല എന്ന് സഭയ്ക്കകത്ത് പഠിപ്പിക്കാനുണ്ടായ സാഹചര്യം ഈ അപ്പോളോ എന്ന സൂര്യദേവന് അർപ്പിച്ച ഭക്ഷണം കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്ത് അത് ഭക്ഷിക്കാമെന്ന് സഭയെ പഠിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. നമുക്കത് തുടർന്ന് കാണാനായിട്ട് സാധിക്കും. ഈ സ്ഥലത്ത് ഞാൻ പറഞ്ഞു വാണിജ്യപ്രധാനമായ കൊമേഴ്സ്യലായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയുണ്ടെന്നറിയാമോ? ഇവിടെ ഉണ്ടായിരുന്നതിൽ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാറുണ്ട്. വേദപുസ്തക പ്രകാരം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16:14 അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു സഹോദരി ഉണ്ടല്ലോ, എന്താ? ലുദിയ. ഈ ലുദിയ എന്നുള്ള പേര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഇടുകയില്ല. അതിന്റെ ഇംഗ്ലീഷ് രൂപം നമ്മൾ ഇട്ടുകൊണ്ട് ഏതാ? ലിഡിയ. ലിഡിയ എന്ന് പറഞ്ഞ സഹോദരി, ലുദിയ എന്ന് പറഞ്ഞ സഹോദരി. ഈ സഹോദരി എവിടുത്തുകാരിയായിരുന്നു? ത്വയ്തൈര. പക്ഷെ ത്വയ്തൈരയിൽ പൗലോസ് എന്നല്ല സുവിശേഷം പറയുന്നത് കേട്ടോ. ഇത് വായിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഈ ത്വയ്തൈര സഭയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ചിന്തിക്കരുത്, പൗലോസ് ത്വയ്തൈര സഭയിൽ ചെന്ന് ത്വയ്തൈര എന്ന് പറഞ്ഞ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞല്ല ഈ സ്ത്രീ രക്ഷിക്കപ്പെട്ടത്. പിന്നെ എവിടെയാ? ഇതെവിടെയാ? ഇത് ഫിലിപ്പിയൻ. അതൊരു മാസിഡോണിയൻ സ്ഥലമായിരുന്നു. അത് ഫിലിപ്പിയ എന്ന് പറയും. ഈ ഫിലിപ്പീനിലേക്ക് പൗലോസ് പോകുന്ന രംഗമൊക്കെ ഉണ്ട് കേട്ടോ. അതിനെ വിളിക്കുന്നത് തന്നെ മാസിഡോണിയൻ കോളെന്നാ പറയുന്നത്. ബിഥുന്യക്കൊക്കെ പോകാനായിരുന്നു പൗലോസിന്റെ പ്ലാൻ. അന്ന് രാത്രിയിൽ ഒരു ദൈവദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട്, ദൈവദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവദൂതൻ എന്നാണ് പറയുന്നതല്ലേ ശരി, എന്താ? മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ
പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങളെ വന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? പൗലോസും ശീലാസും എങ്ങോട്ട് പോകുന്നത്? ഫിലിപ്പിയിലേക്ക് പോകുന്നു. ആ ഫിലിപ്പിയിൽ ചെന്ന് കേൾക്കണേ, ആ ഫിലിപ്പിയിലെ ആദ്യ ഫലം എന്ന് പറയുന്നത്, ഫിലിപ്പിയിൽ ചെന്ന് ആദ്യം ഇവർ സുവിശേഷം പറയുന്നത് ആരോടാ? ഈ ലുദിയോടാണ് പറയുന്നത്. അവൾ ഇവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം അത് പറയാനാ ഞാൻ ഇപ്പൊ അത് വായിച്ചു. എന്താ? രക്താംബരം വെളുക്കുന്നു. എന്തോ രക്താംബരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ചുവന്ന വസ്ത്രമാണ്. ഈ സ്ഥലം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ത്വീതീര വാണിജ്യ പ്രധാനമാണ്. തൊഴിൽ സംഘങ്ങൾ ധാരാളം ഉണ്ടായി. നമ്മുടെ കേരളത്തിലെ ചില സ്ഥലങ്ങളിലെ പോലെ സംഘടിതമായ തൊഴിൽ സംരംഭകരുണ്ടായിരുന്നു. ഞാൻ ഉദാഹരണം പറയാം. ആലപ്പുഴയിൽ പ്രധാനമായിട്ടുള്ള സംഘടിതമായ ഒരു തൊഴിലുണ്ട്. എന്താ? കയറാണ്. തീരപ്രദേശങ്ങളിൽ സംഘടിതമായ തൊഴിൽ ഏതാ? മത്സ്യബന്ധനമാണ്. ഇങ്ങനെ പല മേഖലകളിൽ എന്താ ഓരോ സംഘടിതമായ തൊഴിൽ മേഖലകളുണ്ട്. ഞാനിവിടെ നോട്ട് ചെയ്ത് ഞാൻ ഒന്ന് വായിക്കാം. ധൂമ്ര വസ്ത്രത്തിന് ആവശ്യമായ രക്താംബരം അത് ധാരാളമായി വ്യവസായം നടക്കുന്ന, കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു തുയൈഥീര. വസ്ത്ര വ്യാപാരത്തിന് കീർത്തിപ്പെട്ട സ്ഥലമായിരുന്നു. നമ്മൾക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ അറിയാവുന്നതാണ് ലിനൻ എന്നൊക്കെ പറയുന്ന തുണിയുണ്ട്. ആ തുണി ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ കച്ചവടം നടത്തിയിരുന്ന സ്ഥലം. ഇനി നമ്മളിപ്പോ ഈ ഡൈ ചെയ്യുക എന്നൊക്കെ തലമുടിയുടെ കാര്യമല്ല കേട്ടോ. വസ്ത്രങ്ങൾ ചായം മുക്കുക, അത് ഈ നമ്മുടെ ഇന്ത്യയിലെ അഹമ്മദാബാദിലൊക്കെ അങ്ങനെയുള്ള ധാരാളം ഫാക്ടറീസ് ഉണ്ട്. ഇതുപോലെ കുടിൽ വ്യവസായം പോലെ തന്നെ ഈ വിധ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു, ബിസിനസ് ചെയ്തിരുന്നു. തോൽക്കൊല്ലന്മാരുണ്ടായിരുന്നു, കുശവന്മാരുണ്ടായിരുന്നു, പിന്നെ ഈ ബേക്കേഴ്സ് ഉണ്ടായിരുന്നു. അടിമ കച്ചവടം അവിടെ നിലനിന്നു. അടിമകളെ വിൽക്കുന്ന ഏർപ്പാട് അവിടെ ഉണ്ടായിരുന്നു. വെങ്കലപ്പണിക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഘടിതമായ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന സ്ഥലമാണ് അത്. നേരത്തെ നമ്മൾ ചിന്തിച്ച സ്ഥലങ്ങളെ പോലെ, തുറമുഖ നഗരങ്ങളെ പോലെ അങ്ങനെയുള്ള സ്ഥലം ആയിരുന്നില്ല. കച്ചവടത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്ന സ്ഥലമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, അവിടുത്തെ പോപ്പുലേഷൻ, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ, രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന്, ഏറെക്കുറെ യഹൂദന്മാർ സംഘടിതമായി താമസിച്ചിരുന്ന, കൂട്ടമായി താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. രണ്ടാമത് യവനന്മാരുമുണ്ടായിരുന്നു. ഈ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന ഒരു സമൂഹമായിരുന്നു തുയൈഥീരയിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് സഭയിലേക്ക് പ്രവേശിക്കാം. പട്ടണത്തിന്റെ കാര്യം ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നോക്കട്ടെ, 18-ാം വാക്യം വായിക്കുക. എന്താ? തുയൈഥീരയിലെ സഭയുടെ ദൂതന്. അപ്പോൾ സഭ ഇതാണ്. ഏതാ? തുയൈഥീര സഭയാണ്. എല്ലാവരും ഇച്ചിരി ക്ഷീണിച്ച പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നലായിരിക്കല്ലേ. ഈ തുയൈഥീര സഭ എങ്ങനെയാ ഉണ്ടായത്? ലുദിയ മുഖാന്തരമാണ്. ലുദിയ എവിടായിരുന്നു? ഈ തൊഴിലിനോട് ബന്ധപ്പെട്ട് അവള് ഫിലിപ്പിയിലായിരുന്നു. ലുദിയ രക്ഷിക്കപ്പെട്ടു. ആ 14-ാം വാക്യം കഴിഞ്ഞ് 15-ാം വാക്യം നോക്കിയാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-15 അവൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. മാത്രമല്ല, അവിടുന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിൽ നിന്ന് പോരുമ്പോൾ പ്രത്യേകം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം നോക്കി.
40-ാം വാക്യം. ആ ആ അപ്പൊ ലുദിയയുടെ വീട്ടിൽ അവിടെ ഭർത്താവും അവിടെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ടു. അത് മാത്രമല്ല, പിന്നെന്താ, അവള് വീട്ടിൽ ഇപ്പൊ എന്തുണ്ട്, ഒരു സഭയുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം സഹോദരിമാരൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ലുദിയെ കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ സഹോദരിമാരുടെ മീറ്റിങ്ങിനൊക്കെ പറയുന്ന ഒരു കഥാപാത്രമാണ്. അവിടെ അവളുടെ പൗലോസിനോടും ശീലാസിനോടും പറയുന്ന ഒരു വാചകം, നിങ്ങൾ കർത്താവിൽ എന്നെ വിശ്വസ്തയെന്ന് എണ്ണിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു സ്ത്രീയുടെ ഒരു അവളെ കുറിച്ച് അവിടെ പറയുന്നതിന് ദൈവഭക്തിയായ ഒരു സ്ത്രീ എന്നാ പറയുന്നത്. ഈ ദൈവഭക്തിയായ ഈ സഹോദരി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത്, സഹോദരന്മാരെ, എന്നെ കർത്താവിൽ നിങ്ങൾ വിശ്വസ്തയെന്ന് എണ്ണിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കാൻ പറഞ്ഞു. എന്നാൽ വളരെ നിർബന്ധിച്ചു, പോയില്ല എന്നുള്ളത് രേഖയില്ല. പിന്നീട് അവിടെ നടക്കുന്ന അടിയുടെ ബഹളമായിരുന്നു. വെളിച്ചപ്പാടത്തിൽ രക്ഷിക്കപ്പെട്ടു. പിന്നെ അവളെ കൊണ്ട് ആദായം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരെന്ത് ചെയ്തു? സംഘടിതമായി പൗലോസിനും ശീലാസിനുമെതിരെ സംഘടിതമായിട്ട് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പേരിൽ എവിടെ ചെന്നിരിക്കുന്നു, കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴാണ് അന്ന് രാത്രി കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുന്നു. ഫിലിപ്പിയില് സുവിശേഷം വ്യാപിച്ചത് അങ്ങനെയാണ് ഫിലിപ്പിയിൽ സഭ ഉണ്ടാകുന്നത്. പീഡനത്തിന് നടുവിലുണ്ടായ സഭയാണത്. അപ്പോ ഈ വലിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ നിന്നാൽ സഹോദരന്മാർക്കത് പ്രശ്നമാകും. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ നിന്ന് പോകാൻ പൗലോസും ശീലാസും തയ്യാറായി. പോകാൻ നേരത്ത് അവര് തടവ് വിട്ട് എന്ത് ചെയ്തു? ലുദിയയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? അവിടെ സഹോദരന്മാരുണ്ട്. ഇത് പൗലോസ് പ്രവർത്തിച്ചുണ്ടായതല്ല, ആണോ? അത് ആ കുടുംബം മുഖാന്തരം മുന്നോട്ട് വന്ന സഹോദരന്മാരും സഹോദരന്മാരെ കണ്ടു. അവര് പൗലോസിനെ ശീലാസിനെയും യാത്ര ചെയ്തു. അപ്പോൾ ത്വീഥീരയിലെ സഭയുണ്ടായത് ലുദിയ മുഖാന്തരമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇനി ഒരു പക്ഷേ അവളെ പോയി സുവിശേഷം പറഞ്ഞിരിക്കാൻ സാധ്യത. എന്നാൽ ഞാൻ പെർഗമോസ് സ്മുർന സഭകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 19-ാം അധ്യായത്തില് എഫേസോസിൽ പൗലോസ് പാർക്കുന്ന സമയത്ത് 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 2 വർഷം താൻ എന്ത് ചെയ്തു? അവിടെ ബൈബിൾ ക്ലാസ് 19-ന്റെ 10-ാം വാക്യം. ആസിയിൽ പാർക്കുന്ന എല്ലാ യഹൂദന്മാരും യവനന്മാരും വചനം കേട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട യവനന്മാരും യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർ മുഖാന്തരമായിരിക്കാം തുയയിൽ അസംബ്ലി ഉണ്ടായത്, സ്ഥലസഭ ഉണ്ടായതെന്ന് ഞാൻ വായിച്ച് ഒന്നിലധികം കമന്ററീസിൽ കാണുകയുണ്ടായി. നമുക്ക് എങ്ങനെയും ആയിക്കോട്ടെ, ഇവിടെ ഒരു സ്ഥലം സഭ ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ? 1 ആ പട്ടണം, 2 ആ സ്ഥലം സഭ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ സഭയ്ക്ക് ദൂത് നൽകുന്ന വ്യക്തിയാണ്, അഥവാ ദ കറസ്പോണ്ടന്റ്. അതിന് ഞാൻ വേറൊരു വാക്ക് പറഞ്ഞായിരുന്നു, എസക്കിയേൽ സാർ പറഞ്ഞ ഒരു വാക്ക്, ലേഖകൻ. ഈ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ലേഖനമായിട്ടല്ലേ, കർത്താവ് ആണ് ലേഖകൻ. 2 സവിശേഷതകൾ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു കേട്ടോ. കർത്താവിനെ കുറിച്ച്, ദൂത് കൊടുക്കുന്ന കർത്താവിനെ കുറിച്ച് 2 വിശേഷണങ്ങൾ പറയുന്നു. നോക്കിയേ, എന്തൊക്കെയാണ് ആ വിശേഷങ്ങൾ? 1 അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. 2 വെള്ളോട്ടിന് സദൃശ്യമായ
കാലുള്ളത്. ഇത് ഓരോ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോഴും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. നോക്കണം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും പിന്നെ വെള്ളോട്ടിന് സദൃശ്യമായ കാലും. ഇത് കർത്താവ് 1-ാം അധ്യായത്തില് യോഹന്നാൻ കാണുമ്പോഴും ഇത് രണ്ടും ഉണ്ട്. 14ഉം 15ഉം വാക്യം നോട്ട് ഇട്ടിരുന്നാൽ മതി, വീട്ടിൽ ചെന്ന് നോക്കി. 14-ാം 15ഉം വാക്യങ്ങളിൽ കർത്താവിന്റെ കണ്ണുകളെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് താൻ കാണുന്നത് എങ്ങനെയാ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളിലുള്ളത്, കാല് വെള്ളോട്ടിന് സദൃശ്യമായ കാല്. ഇനിയും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം കൂടെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ രണ്ട് വിശേഷണങ്ങളോട് ബന്ധപ്പെട്ട കാര്യം നോക്കാം. നോക്കി അവിടെ എഴുതിയിരിക്കുന്നത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും പിന്നെ വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ആരാ? ദൈവപുത്രൻ. 1-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവപുത്രനൊന്നല്ല, യോഹന്നാൻ കാണുന്നത് മനുഷ്യപുത്രനെ. ഇവിടെ കാണുന്നത് ആരാണ്? ദൈവപുത്രൻ. എന്താ ഈ പേരിന് വല്ല വ്യത്യാസമുണ്ടോ? നമ്മള് ഇത് വിഭജിച്ച് പഠിക്കുവാൻ ആവശ്യമുള്ള ഒരു വലിയ സത്യമാണ്. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നോക്കുക, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ എന്ന് പറയാനുള്ള 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയാനുള്ള സാഹചര്യം 2-ന്റെ-18 എന്താ? എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യപുത്രൻ ആരാ? പരീക്ഷിക്കപ്പെട്ടവൻ. മനുഷ്യപുത്രൻ കഷ്ടം അനുഭവിച്ചവൻ. പരീക്ഷിക്കപ്പെട്ട കഷ്ടം അനുഭവിച്ച മനുഷ്യപുത്രന് തൻ്റെ സഭയോട് ബന്ധപ്പെട്ട്, മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? തൻ്റെ സഭയോട് ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ശുശ്രൂഷ എന്താ? ആ 18-ാം വാക്യത്തിലുണ്ട്. പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കും. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെ കുറിച്ച് എവിടെ പറയാം? മനുഷ്യപുത്രൻ എന്ന നിലയിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ട വാക്യതാ, പരീക്ഷിക്കപ്പെട്ടു. 2, കഷ്ടം അനുഭവിച്ചു. ഇപ്പൊ നമ്മൾ ഈ ഭൂമി പാർക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എന്തുണ്ട്? ഇത് രണ്ടും ഉണ്ടല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് പകല് വല്ലതും ഉണ്ടായോ? നമ്മൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. 2, കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ഇതിൽ രണ്ടിലും ആർക്ക് സഹായിക്കാൻ കഴിയും? മനുഷ്യപുത്രൻ എന്ന നിലയിൽ നമ്മുടെ കർത്താവിന് സഹായിക്കാൻ കഴിയും. പിതാവായ ദൈവത്തിന് സാധിക്കുമോ? സാധിക്കും. പക്ഷേ പിതാവായ ദൈവം എന്ത് ചെയ്തിട്ടില്ല? അത് അനുഭവിച്ചിട്ടില്ല. ഏത്? പരീക്ഷിക്കപ്പെട്ടിട്ടുമില്ല. ഞാൻ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി. പിതാവായ ദൈവം എന്ത് ചെയ്തിട്ടില്ല? പരീക്ഷിക്കപ്പെട്ടിട്ടുമില്ല, കഷ്ടം അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പുത്രനായ കർത്താവ്, മനുഷ്യപുത്രനായ കർത്താവിന് നമ്മെ സഹായിക്കുവാൻ കഴിയുന്നത് പോലെ പിതാവായ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരികയും, തത്വത്തിൽ അതൊക്കെ സാധ്യമാണെങ്കിലും യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കാനുണ്ടായ കാരണം അതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് മനുഷ്യപുത്രൻ എന്നല്ല, പിന്നെ ദൈവപുത്രൻ. എന്താണ് ദൈവപുത്രൻ എന്ന് പറയാനുണ്ടായ കാര്യം? യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നോക്കി. യോഹന്നാൻ 5:27. അവൻ മനുഷ്യപുത്രനാകയാൽ
ന്യായവിധി നടത്തുവാൻ അധികാരം നൽകിയിരിക്കുന്നു. അവിടെ 27-ാം വാക്യത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടു മുകളിൽ നോക്കി 23 മുതലുള്ള 24-ാമത്തെ വാക്യം. ആ 25. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആരുടെ ശബ്ദം? ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, അവർ ജീവിച്ചെഴുന്നേൽക്കും. ഇനി 22-ാം വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം ആർക്ക് കൊടുത്തിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു. ദൈവപുത്രൻ. ദൈവപുത്രൻ ആരാണ്? ന്യായം വിധിക്കുന്നവനാണ്. മനുഷ്യപുത്രൻ ആരാണ്? സഹായിക്കുന്നവനാണ്. ദൈവപുത്രൻ ആരാണ്? ന്യായം വിധിക്കുന്നവനാണ്. ത്രിധീരാസഭയിലേക്ക് വന്നേ. കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളും പിന്നെ കാല് വെള്ളോട്ടിന് സദൃശ്യമായിരിക്കുന്ന കർത്താവ് ആരാ? ദൈവപുത്രനാണ്. ഇനിയും ദൈവപുത്രൻ എന്ന് സഭയോട് ബന്ധപ്പെട്ട് യേശു കർത്താവിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം നോക്കട്ടെ. ഈ 2:18 വാക്യം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് 19-ാം അധ്യായത്തിലേക്ക് വന്നേ. 19-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അവിടെ 19-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അവന്റെ കണ്ണ് അഗ്നിജ്വാല. ഉണ്ടോ? കർത്താവിന്റെ കണ്ണ് അഗ്നിജ്വാല. ഇതേതാ സന്ദർഭം എന്നറിയാമോ? നമ്മൾ പഠിച്ചങ്ങ് ഒടുവ് ചെല്ലുമ്പോൾ പഠിക്കാനുള്ള കാര്യം കർത്താവിന്റെ മഹത്വപ്രത്യക്ഷത. എന്തിനാ വരുന്നതെന്നറിയാമോ? ന്യായം വിധിക്കാൻ വരിക. ന്യായം വിധിക്കാൻ വരുന്ന കർത്താവിന്റെ കണ്ണുകളെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താ? അവന്റെ കണ്ണ് അഗ്നിജ്വാല. ഇനി നോക്കിയേ, കർത്താവ് ന്യായം വിധിക്കാനാ വരുന്നതെന്നുള്ളതിന്റെ ഒരു തെളിവ് മാത്രം അവിടുന്ന് വായിച്ചു പോവാം. എന്താ? തലയിൽ അനേകം രാജമുടികൾ. കർത്താവ് രാജാവായി ലോകത്തിലേക്ക് വന്ന് ലോകത്തെ ന്യായം വിധിക്കുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കും. ഇനി നോക്കുക, കാലെങ്ങനായിരിക്കുന്നേ? കാല് വെള്ളോട്ടിന് സദൃശ്യമാണ്. ഇതും 19-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലുണ്ട്. 19:15 എന്താ? ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു? മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. പിന്നെ ഇരുമ്പ് കോർ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവരെ മെതിക്കും. ഈ കാലെന്തിനാ? മെതിക്കുവാനാണ്. ന്യായവിധി നടത്താൻ ചരിത്രത്തിലേക്ക് വരുന്ന കർത്താവിനെ കുറിച്ചാണ് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കിയ ഈ സഭയോട് ബന്ധപ്പെട്ടും ഈ 2 വിശേഷണങ്ങളാണ് ന്യായവിധി നടത്താൻ വരുന്ന കർത്താവിനെ സംബന്ധിച്ച് പറയുന്ന 2 വിശേഷണങ്ങളാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? തുയൈഥൈര സഭയോട് ബന്ധപ്പെട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് തുയൈഥൈര സഭയിൽ ആരായിട്ടാണ് വെളിപ്പെടുന്നത്? ദൈവപുത്രനായിട്ടാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ പോരാ, എന്താ? ന്യായം വിധിക്കുന്ന ദൈവപുത്രനായിട്ടാണ് കർത്താവ് വെളിപ്പെടുന്നത്. ഇന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, യേശു കർത്താവിനെ ഞായറാഴ്ച വന്ന് ആരാധിക്കുമ്പോഴും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ വന്ന് ആരാധിക്കുമ്പോഴും നമ്മൾ കർത്താവിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ? എന്ത് സ്നേഹനിധിയല്ലേ, എന്ത് കരുണയുള്ളവനാ. ഇത്രയും നല്ല കർത്താവ് വേറെ
ഇല്ല. പക്ഷെ ഓർത്തോണേ, ദൈവസഭയോട് ബന്ധപ്പെട്ട് ഗൗരവമായി ഏർപ്പെടുന്ന ഒരു കർത്താവിനെയാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ശാന്തമായിട്ട് തന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്ന അടുത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ്. നോക്കണം, ഞാൻ ചില വാക്യങ്ങള് ഒന്ന് പറയാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. കണ്ണ് തീപ്പന്തം പോലെ. ദാനിയേൽ യേശുക്രിസ്തുവിനെ കാണുന്നത് കർത്താവിന്റെ കണ്ണ് എങ്ങനെയാണ്? തീപ്പന്തം പോലെയുള്ള കണ്ണാണ്. ഈ കണ്ണുകളാണ് എവിടെ? സഭയിൽ. ഈ കണ്ണുകൾ, അഗ്നിജ്വാലയ്ക്കൊത്ത ഈ കണ്ണുകൾ ദൈവസഭയിൽ, ആ കണ്ണുകളോടുകൂടെ കർത്താവ് വരിക. ആ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഒരുപാട് വചനങ്ങള് ഇതിനോട് ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നോക്കണം, ഈ സഭയ്ക്കുള്ള പ്രശംസാവാചകം ഞാൻ ഇതിനോട് ചേർത്തങ്ങ് പറയും. ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ കൊണ്ട് കർത്താവ് ഈ സഭയെ നിരീക്ഷിച്ചപ്പോൾ കർത്താവ് കാണുന്ന നോക്കുക. അവിടെ 19-ാം വാക്യത്തിലുണ്ട്, 18 കഴിഞ്ഞ് 19-ാം വാക്യത്തിലുണ്ട് 5 പ്രധാന കാര്യങ്ങൾ കർത്താവ് കാണുന്നു. ശ്ലാഘനീയമായ കാര്യങ്ങൾ, പ്രശംസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാനത് ക്രമമായിട്ടൊന്ന് പറഞ്ഞു പോകും. 1, എന്താ? നിന്റെ പ്രവൃത്തികൾ. 2, സ്നേഹം. 3, വിശ്വാസം. 4, ശുശ്രൂഷ. 5, സഹിഷ്ണുത. കേൾക്കണേ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ്, ദൈവപുത്രനായ കർത്താവ് സഭയിൽ വരുമ്പോൾ സഭയുടെ ദോഷം മാത്രമല്ല കർത്താവ് കാണുന്നത്, അവരുടെ പാപം മാത്രമല്ല കർത്താവ് കാണുന്നത്. സഹോദരി സഹോദരന്മാരെ ഓർക്കണേ, അത് ഞാൻ പിന്നാലെ പറയും. പാപത്തെക്കുറിച്ചുള്ള രണ്ടാമത് പറയാം. ഈ കർത്താവ് ആ കണ്ണുകൾ കൊണ്ട് കാണുന്നത് എന്തൊക്കെയാണ്? ഒരു 2-3 ദിവസത്തെ പഠനത്തിനുള്ള കാര്യമുണ്ട് കേട്ടോ. ഏതാ ഈ 5 കാര്യം? ഞാനൊന്നും നിങ്ങളുടെ ചിന്തയ്ക്കും പഠനത്തിനും വിടുക, സമയലാഭത്തിന്. 1, ആദ്യം പറയുന്നത് എന്താ? നിന്റെ പ്രവൃത്തികൾ അവൻ അറിയും. ഈ പ്രവൃത്തി ഏതാണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രവൃത്തി ഏതാ? എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അതൊന്ന് പെട്ടെന്ന് വായിച്ചേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ദൈവ ജനത്തിന്റെ പ്രവൃത്തി എന്ന് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ളൂ. ഇതായി പ്രവൃത്തി. എന്താ? എല്ലാവരും കേൾക്കുന്നല്ലോ. ശിവകുന്ന സഭ ഇക്കാര്യത്തിൽ ആർക്കും മാറ്റി നിർത്താൻ പറ്റിയ. ഇന്ന് ഞാനൊരു വീട്ടിലോട്ട് പോവുക. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എൻ്റെ താല്പര്യം, ഞാൻ എന്തോ അബദ്ധം പറ്റിയതാണ്. ചിലടത്ത് ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞു പോയി. ഇപ്പൊ ചെല്ലുന്നിടത്ത് മുഴുവൻ കഴിച്ച് വിശുദ്ധൻ. അവിടെ 2 പ്രയോഗങ്ങളുണ്ട്. പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലുമാ പറഞ്ഞിരിക്കുന്നത്. എന്താ? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും. ദൈവം മറക്കുകയില്ല.
ചിലപ്പോൾ ഈ ശുശ്രൂഷ അനുഭവിച്ചൊരു മനസ്സ് മറന്നു പോകുന്നത്. ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, മറക്കാൻ പാടില്ലാത്ത. ഞാൻ ഈ ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും ഒത്തിരി പേരുടെ കൂടെ താമസിക്കുകയും ഒരുപാട് ശാപ്പാട് ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ കഴിയുകയും അവരുടെ ശുശ്രൂഷ അനുഭവിക്കും. ചിലതൊക്കെ മനുഷ്യനുണ്ട്, എന്നാൽ ദൈവം മറന്നു കളയുക. ശുശ്രൂഷിച്ചതും മറക്കുകയല്ല. പിന്നെ പ്രസന്റ് ടെൻസി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസി പറഞ്ഞിരിക്കുക എന്താ? ശുശ്രൂഷിക്കുന്നതും കർത്താവ് മറന്നു കളയും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി. ദൈവമക്കളെ നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവിന്റെ കണ്ണുകൾ നമ്മളെ അവതരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മാത്രം കാണുന്നവനാണെന്ന് പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ഭയം ആവശ്യമാണ്, അത് ഞാൻ പിന്നാലെ പറയാം. എന്നാൽ ദൈവം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ആ പ്രവൃത്തികളെ അറിയുന്നവനാണ്. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്നേഹം. ഇതൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ഈ 2-3 ദിവസം ഇവിടം തന്നെ അങ്ങ് ചിന്തിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ക്രീം പറയാനാണ് ഇവിടെ വരുന്നു. എൻ്റെ ഹൃദയം മാത്രം സന്തോഷിച്ചെന്നറിയാം. ഈ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അതിൻ്റെ കൂടെ എന്തുകൂടെ വേണം? സ്തോത്രം. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം ശുശ്രൂഷ. ഞാൻ ഈ സഭയെ സംബന്ധിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, വിശ്വാസപരമായി ഉപദേശപരമായി തകർന്ന് തരിപ്പണമായിരിക്കില്ല കിടക്കുന്ന സഭ ഏത്? ദ്വൈത്. പക്ഷേ ഈ കാര്യത്തിൽ എഫേസോസ് സഭയേക്കാൾ മുമ്പിലാണ്. എഫേസോസ് സഭ എന്ത് ചെയ്തു? സ്നേഹം വിട്ടുകളഞ്ഞു. പക്ഷേ ഇവർക്കിപ്പോഴും ഒന്നുണ്ട്, ഇവർ സ്നേഹിക്കുന്ന സഭയാണ്. അപ്പോൾ നല്ല ശുശ്രൂഷയുള്ള സഭയാണ്. 2, സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയുള്ള സഭയാണ്. ഇതിന് ഇനി അടുത്തൂടെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു വചനം പറയാം. മൂന്നാമത് ഇവർക്ക് എന്തുണ്ടായിരുന്ന ഗ്രീക്കിൽ അത് കൊടുത്തിരിക്കും പിസ്റ്റിസ് എന്നുള്ള വാക്ക്, വിശ്വാസം. സ്നേഹം മാത്രം അല്ല, പിന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു? ഈ പിസ്റ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം എസെക്കിയേൽ സാറിന്റെ പുസ്തകത്തിലും കൊടുത്തിരിക്കുന്ന അർത്ഥം, ഞാൻ അതിങ്ങോട്ട് പോരുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയിട്ട പോലും അതും കൊടുത്ത വിശ്വസ്തതയാണ്. ഇവിടെ പറയുന്ന ഈ വിശ്വാസം വിശ്വസ്തത. മറ്റൊരു വാക്ക് പറഞ്ഞാൽ ആത്മാർത്ഥം, ഫിഡിലിറ്റി, ആത്മാർത്ഥം, സിൻസിയാരിറ്റി. അതാണ് ഇവിടുത്തെ വിശ്വസ്തത. വിശ്വാസം എന്നുള്ള വാക്കുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ച അർത്ഥം അതാണ്. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാ? 1 അവരുടെ പ്രവൃത്തി, 2 അവരുടെ സ്നേഹം, 3 അവരുടെ വിശ്വാസം. ഇതും കൂടെ 3 കൂടെ ചേർത്ത് ഞാനൊന്ന് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കും. തെസ്സലോനിക്ക സഭയെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ 1 തെസ്സലോനിക്കർ 1:3, 1 തെസ്സലോനിക്കർ 1:3 തെസ്സലോനിക്ക സഭയെക്കുറിച്ച് ഞാൻ ഇവിടെ പലവട്ടം പറഞ്ഞു. നമ്മൾ ഈ കഴിഞ്ഞ കൺവെൻഷനോട് ചേർന്ന് ചിന്തിച്ച വേദഭാഗമായത് ജോൺ കുര്യൻ സഹോദരൻ എടുത്ത വേദഭാഗം 1:3. അവരുടെ മാതൃക എന്താണെന്നറിയാം? വിശ്വാസത്തിന്റെ വേല, പിന്നെ സ്നേഹ പ്രത്യാശയുടെ സ്ഥിരത. ഇത് 3 ആ സഭയ്ക്കുണ്ടായിരുന്നു. സഭയ്ക്ക് ഇത് 3 ഉണ്ട്. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും. സ്നേഹമുണ്ട്, പക്ഷേ പ്രവൃത്തിയില്ലാതെ വരുന്ന ഒരു സ്ഥിതിയില്ല. സ്നേഹമുണ്ട്, വിശ്വാസമില്ലാതെ വരുന്ന ഒരു സ്ഥിതി.
ഞാനിത് ഒന്ന് ചേർത്ത് പറയാം. വളരെ നീണ്ട ഒരു വിഷയമാണ്, നീണ്ട ഒരു പഠനം. വിശ്വാസവും സ്നേഹവും ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യം. നിങ്ങൾ നോക്കിക്കോ, പുതിയ നിയമത്തിൽ ഈ 3 കാര്യങ്ങൾ, വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇത് 3ഉം കൂടെ ഒന്നിച്ച് വരുന്ന ഒത്തിരി വേദഭാഗങ്ങൾ, ഒരുപാട് വേദഭാഗം. നിങ്ങൾ 1-13 എല്ലാവർക്കും അറിയാവുന്നതാണ്. സൂക്ഷ്മമായ പഠനത്തിൽ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒത്തിരി വേദഭാഗമുണ്ട്. പിന്നെ റോമാലേഖനം 5-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. ഇത് 3ഉം കൂടെ ഒന്നിച്ചു വരുന്ന, എബ്രായ ലേഖനത്തിലുമുണ്ട്. ഇത് 3ഉം ഒന്നിച്ചു വരുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാ? വിശ്വാസവും പ്രത്യാശയും സ്നേഹം. എന്നാൽ ഞാനിതൊന്ന് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. പ്രത്യാശ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിതൊന്ന് കണക്ട് ചെയ്യും. വിശ്വാസമുള്ളിടത്ത് എന്തുണ്ടാവും? സ്നേഹമുണ്ടാവും. സംശയമുണ്ടോ? എൻ്റെ കയ്യിൽ ഒരു 1.5 ഡസൻ വചനമുണ്ട്. ഇത് തെളിയിക്കുന്ന കുറഞ്ഞ പക്ഷം ഒരു 1.5 ഡസൻ വചനം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം, നമ്മുടെ ജോൺസൺ സഹോദരൻ ഇപ്പോൾ പറഞ്ഞ് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായം. അവിടെ 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാം? സ്നേഹമെല്ലാം അത് പോട്ടെ, നമുക്ക് ഈ വിശ്വാസത്തോട് ചേർത്ത് പറയാം. സ്നേഹമെല്ലാം എന്ത് ചെയ്യും? പാവം. എന്നെ സ്നേഹിക്കുന്ന ഒരാളാണല്ലോ എന്ന് വിചാരിച്ച് ആ ആള് പറയുന്ന മുഴുവനും ഇവിടെ പറയുന്ന സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്, സ്നേഹത്തിനൊരു ഭാഷ്യം എന്ന് പറഞ്ഞ പുസ്തകം. ഇവിടെ പറയുന്ന സ്നേഹം നമ്മുടെ ഉള്ളിലുള്ള ഒരു വികാരമാണോ അതൊരു വ്യക്തിയാണോ? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 6 മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം ഒരു വ്യക്തിയാണോ അതോ നമ്മുടെ ഉള്ളിലുള്ള ഒരു വികാരമാണോ? ഒന്ന് വായിച്ചാൽ മതി. എന്താ വായിച്ച? സ്നേഹം എല്ലാം പൊറുക്കുന്നു. ആരാ പൊറുക്കുന്നത്? വ്യക്തിയല്ലേ പൊറുക്കുന്നത്. എല്ലാം ക്ഷമിക്കും, എല്ലാം സഹിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന സ്നേഹം എന്തോ ഒരു വ്യക്തിയാണ്. ഇവിടെ ദൈവദാസന്മാരെ ചാൾസ് സഹോദരനും ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന കാര്യം പറയാം. ആ സ്നേഹം എന്നുള്ളിടത്ത് ക്രിസ്തു എന്നൊന്ന് ചേർത്ത്. എവിടെ തുടങ്ങുന്നത്? 6-ാം വാക്യത്തിലാണ്. 13-ന്റെ 4 തൊട്ടുണ്ട്. അതങ്ങ് വായിച്ചോന്നേ. കണ്ടോ? ക്രിസ്തു ദീർഘമായി ക്ഷമിക്കുകയും ക്രിസ്തു ദയ കാണിക്കുകയും ചെയ്യും. പിന്നെ ക്രിസ്തു സ്പർശിക്കുന്നില്ല, പിന്നെ ക്രിസ്തു നിഗളിക്കുന്നില്ല, ക്രിസ്തു ചീർക്കുന്നില്ല, ക്രിസ്തു അയോഗ്യമാണ്. 100% ശരിയല്ല. അവരോട് നമ്മുടെ പേരൊന്ന് ഫിറ്റ് ചെയ്ത് വായിച്ചേ. പൊരുത്തക്കേട് വല്ലതും ഉണ്ടോ? എല്ലാരും ചിരിക്കുന്നേ ഉള്ളൂ, എന്നോട് ആൻസർ പറയുന്നില്ല. പൊരുത്തക്കേട് വല്ലതും ഉണ്ടോ? പൊരുത്തക്കേട്. ഞാൻ പറയട്ടെ, നമ്മൾ ആത്മീകരാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ, ഒന്നിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ രണ്ടും കൂടെ സംഗമിക്കുമ്പോഴാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന ആത്മീയരായി നമ്മൾക്ക് മാറാൻ സാധിക്കും. അപ്പൊ ഇന്ന് ഹോംവർക്കായിട്ട് ഇതുകൂടെ ഒന്ന് നോക്കിയേക്കണേ. സാധിക്കുമെങ്കിൽ നമ്മുടെ പേര് എഴുതി
ഇതൊന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് നോക്കുന്നത് നന്നായി. ഓക്കെ, സഭ, അവർക്ക് സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ വിശ്വാസികളും വിശ്വസ്തരായിരുന്നു. വിശ്വാസവും സ്നേഹവും. ഇതിൻ്റെ ഒരു നല്ല വേദഭാഗം ഇതുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗം, ഇതെല്ലാം വായിച്ചിട്ട് പറയേണ്ട ഒരു ഭാഗമാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം. 1 പത്രോസ് 2-ാം അധ്യായം. അവിടെ നമ്മള് വിശ്വാസികളായിരിക്കുന്ന നമ്മള്, ദൈവമക്കളായ നമ്മള് 4-ാം വാക്യത്തിന്റെ ഒടുവിൽ, 2 പത്രോസ് 1:4-ാം വാക്യം, അതിന്റെ ഒടുവിൽ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. ദിവ്യ സ്വഭാവം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞേ? വായിച്ചിട്ടുള്ളവരും ക്ലാസ്സൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നവരാ. ദിവ്യ സ്വഭാവം എന്നുള്ള ഡിവൈൻ നേച്ചർ. ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് ആളുടെ സ്വഭാവം കിട്ടി. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ചപ്പോ നമുക്ക് കിട്ടിയ സ്വഭാവം ആരുടെ? അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴും ഉദരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോഴും അഥവാ രക്ഷിക്കപ്പെടുന്നിടം വരെ നമുക്ക് കിട്ടിയ സ്വഭാവം ആളുടെ സ്വഭാവം. എൻ്റെ പ്രിയപ്പെട്ടവര്, മഴയുടെ ആണോ ഈ കുഴപ്പം? ഓർക്ക ആദാമിന്റെ സ്വഭാവം അതാ ശരി. ആദാമിന്റെ സ്വഭാവം വീണ്ടും ജനിച്ചപ്പം ദൈവത്തിൽ നിന്നായി ജനിച്ചല്ലേ. അപ്പൊ ആളുടെ സ്വഭാവം ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ ആളുടെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവം. അതാ ഇവിടെ പറഞ്ഞത് ഡിവൈൻ നേച്ചർ. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു പോകുന്ന നല്ലതല്ലേ? കണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികൾ ആകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അധികം ഇന്നത്, ഇന്നത്. നോക്കിയേ, 5-ാം വാക്യം നോക്കി. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, പിന്നെ വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, പിന്നെ സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് എന്തും സ്നേഹം കൂടെ കൂട്ടിയാൽ നമുക്ക് ഏത് സ്വഭാവം കിട്ടും? ആദ്യം തുടങ്ങുന്നത് എവിടെയാണെന്ന് നോക്കിയേ. എവിടാ തുടങ്ങുന്നത്? നിങ്ങളുടെ വിശ്വാസത്തോട്. രക്ഷിക്കപ്പെട്ടത് എങ്ങനെ? വിശ്വാസം. അവിടെ തുടങ്ങുന്നു. നിങ്ങളുടെ വിശ്വാസത്തോട് എന്ത് ചെയ്യണം? വിശ്വാസത്തോട് വീര്യം കൂട്ടണം. കൂട്ടിക്കൂടെ അധികം പ്ലസ് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്ന ചേർക്കേണ്ടത് എന്താണെന്നറിയാമോ? വിശ്വാസത്തിന്റെ ഏറ്റവും മുകളിൽ ചേർക്കേണ്ടത് എന്താ? സ്നേഹം. അല്ലേ? വിശ്വാസത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് എന്ത് ചേർക്കണം? സ്നേഹം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏതൊരു സ്വഭാവമാകും? ദൈവിക ഡിവൈൻ നേച്ചർ ആകും. ഇനി അവിടെ ആ 8-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും. ഈ ഉത്സാഹമില്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഒരു ഗുണവും ഫലവും ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ?
ഈ പുസ്തകം ശരിക്കും വായിക്കണേ വീട്ടിലിരുന്ന്. ഇനി അവയില്ലാത്തവൻ ആരാണ്? ഹ്രസ്വദൃഷ്ടി ഉള്ളവനാണ്. തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിച്ചുകൊള്ളുവിന്. എൻ്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം, നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെ പ്രാപിക്കും? ധാരാളമായി. അപ്പം ഈ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പിന്നെ ആ വാക്യം നോക്കിയിട്ട് പറ. ധാരാളമായി പ്രാപിക്കുന്ന ഒരു ഇടപാടും ഉണ്ട്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അനേക വിശ്വാസികളും കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തപ്പെടുമ്പോൾ അങ്ങോട്ട് കേറിയിട്ട് ആദ്യം എന്തായാലും ഇവിടെ വന്നു. എന്നാ ചിലർ പ്രവേശിക്കുന്ന എങ്ങനെ? ധാരാളം വിശാലമായി കിടക്കുക, ഇങ്ങോട്ട് കയറി പോവനെ കർത്താവ് വിളിക്കുകയാണ്. തുയതൈര സഭയെ കുറിച്ച് പഠിച്ചപ്പോ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ ഒന്ന് കാണാൻ ഒരു അവസരമായിട്ട് പ്രവൃത്തി അഥവാ ശുശ്രൂഷ, സ്നേഹം, വിശ്വാസം. നാലാമത് എന്താ? ശുശ്രൂഷ. ഇത് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്ന കാര്യമല്ല. ഈ നാലാമത് പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷ ഏതാണെന്നറിയാമോ? ഞാൻ ഒത്തിരി വിട്ടിട്ടാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെതായ പരാജയമുണ്ട് എന്ന് എനിക്കറിയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷ സർവീസാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ പറയാം, പെട്ടെന്ന് നിർത്തേണ്ടതുള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ പറയാം, കാര്യം എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു വിടും. സൺഡേ സ്കൂള് പഠിപ്പിക്കുകയാണെങ്കിൽ പോലും അത് കുറഞ്ഞ ശുശ്രൂഷയായിട്ട് കാണരുത്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നയാൾ പോലും മുകളിലത്തെ 3 കാര്യങ്ങൾ പ്രത്യേകം പാലിച്ചിട്ട് വേണം. കർത്താവ് ശീമോൻ പത്രോസിനോട് പറഞ്ഞ എന്താ? നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അടുത്ത പറയുന്നത്, നീ സ്നേഹിക്കുന്നെങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. കുഞ്ഞാടുകൾ അല്ലേ? കുഞ്ഞാടുകളെ പാലിക്കേണ്ടത് എങ്ങനെയാ? ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ക്രിസ്തീയ ജീവിതം ഞാൻ ആത്മീയ വളർച്ചയിൽ എന്നെ സഹായിച്ച എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകര് എന്നെ സ്നേഹിച്ച ആ സ്നേഹം എനിക്ക് ഇന്നും മറക്കാൻ പറ്റുകയില്ല. ആ സ്നേഹത്തോടെ അവർ പഠിപ്പിച്ച കാര്യം, അവർ സ്നേഹിച്ചത്, അവർ ശുശ്രൂഷിച്ചു. ഇനിയും അടുത്ത കർത്താവ് ശീമോൻ പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ആടുകളെ പാലിക്കുക. കർത്താവിൻ്റെ ശുശ്രൂഷ, സേവനം, സർവീസ്, അത് ചെയ്യേണ്ടത് കർത്താവിനെ സ്നേഹിക്കുന്നവർ ആയിരിക്കും. ഒടുവിൽ പറയുന്നത് സഹിഷ്ണുത, പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ സഹിച്ചു നിൽക്കാനുള്ള. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലും 24-ാം അധ്യായത്തിലും ഒക്കെ ഉണ്ട്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ കഷ്ടത സഹിക്കാൻ, വിശ്വാസ ജീവിതത്തിന് കൊടുക്കേണ്ട വില മുഴുവനും കൊടുക്കുവാൻ ഒരു ദൈവവൈതല് തയ്യാറാണ്. ഈ കർത്താവിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, തീപ്പന്തം പോലെയുള്ള കണ്ണ് ഈ സഭയെ പരിശോധിച്ചപ്പോൾ ഈ 5 ഗുണവൈശിഷ്ട്യങ്ങൾ കർത്താവിന് കാണാൻ സാധിച്ചു.
ഞാനിവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. 8:30 അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ ഞാൻ പറയാൻ വന്ന കാര്യം? സമൂഹത്തിന്റെ മുമ്പിൽ നോക്കിയാൽ തുയൈഥൈര സഭ ഒരു പ്രത്യേക റെപ്യൂട്ടേഷനുള്ള സഭയാണ്. സംശയമുണ്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റുപാടുള്ളവരെല്ലാം പറയില്ലേ, കൊള്ളാം, അവർ കൊള്ളാം, ആ വേർപാട് സഭ. പക്ഷേ അകത്ത് എന്താ നടന്നതെന്നറിയാം? പുറമേ നോക്കിയവർ കണ്ടപ്പോ ഒരു കുഴപ്പമില്ല. പക്ഷെ അകത്തെന്താ നടക്കുന്നത്? ഒരു സ്ത്രീ ആ സഭയെ മുഴുവൻ നശിപ്പിക്കുക. കർത്താവിന് ഒരു വിധത്തിലും യോജിക്കാൻ കഴിയാത്ത പാപം എവിടെ ഉണ്ട്? അകത്തുണ്ട്. പുറമേ നോക്കിയാൽ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പുറമേ കാണുന്നത് മനുഷ്യൻ കണ്ണിന്ന് കാണുന്നത് യഹോവയോ. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയത്തിൽ അതുണ്ട്. കർത്താവ് ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും, ഈ ഉൾപ്പൂവ് എന്നുള്ള മലയാളം വാക്ക് മറ്റു പലയിടത്തും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന അന്തരീന്ദ്രിയങ്ങളെന്നാണ്. അതിന് ശരിക്കുമുള്ള വാക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഗ്രീക്ക് ഭാഷയോട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള വാക്ക് എന്താണെന്നറിയാം? മനോഭാവം. എൻ്റെ വാക്കുകൾ അവസാനം. മറ്റുള്ളവർ നോക്കുമ്പോ പുറമേ കുഴപ്പമൊന്നും നിന്റെ മനസ്സും മനോഭാവവും വായിക്കുന്ന ഒരു കർത്താവാണ് എവിടെ ഉള്ളത്? ദൈവപുത്രനാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള മനുഷ്യപുത്രനല്ല, പിന്നെ ദൈവപുത്രനാണ്. കർത്താവ് സഭയോട് ബന്ധപ്പെട്ട് ഏർപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് തുടർന്ന് നോക്കാൻ ശ്രമിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കാണാൻ ഒരവസരം ആയിത്തീരട്ടെ. ഒരു ആത്മപരിശോധന നമ്മൾക്ക് നടത്താം. എൻ്റെ കർത്താവ് എന്നെ നോക്കുമ്പോൾ ഞാൻ അവൻ്റെ മുമ്പിൽ എങ്ങനെയാണ്? കർത്താവ് നമ്മെ സഹായിക്കണം.